ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മമ്മി, ഞാനും വരുന്നുണ്ട്. എന്താ മമ്മി, ഞാൻ കൂടെ വരുന്നത് ഇത്രയ്ക്കും ബുദ്ധിമുട്ടാണോ? ഞാൻ ഇന്നലെ തന്നെ മോളോട് പറഞ്ഞതല്ലേ ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂന്ന്. കൃഷ്ണ അവിടെയുണ്ട്. ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയൊരവസരത്തിൽ ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാം തീർന്നിട്ടുണ്ടാവും. അറിയാലോ, പ്രസാദിച്ചു തുടങ്ങിയ നാഗങ്ങൾ വീണ്ടും പകയിലേക്ക് തിരിഞ്ഞാൽ ആപത്താണ്. വ്രതം നോക്കുന്ന പെൺകുട്ടിയുടെ ജീവന് പിന്നെ ഒരു ഉറപ്പുമില്ല. തിരുമേനി, പ്രാർത്ഥന, അടിയുറച്ച പ്രാർത്ഥന, അത് മാത്രമേ മാർഗമുള്ളൂ. ഇത് കറക്റ്റ് സെറ്റ്. ഇതെന്താ മാണിക്കുഞ്ഞെ, ബർത്ത്ഡേക്ക് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ മൊത്തം അലങ്കരിക്കുകയാണല്ലോ. ഈ അലങ്കാര പണികളൊന്നും അമ്മായിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ലെന്നേ. പിന്നെന്താ തുടങ്ങി അയാളുടെ ഓരോ വർത്താനം. എന്താ പറഞ്ഞാലും എതിര് മാത്രമേ പറയുള്ളൂ. താനിവിടുത്തെ ശമ്പളക്കാരനാണെന്നുള്ള കാര്യം മറക്കണ്ട. അതെ, ഞാൻ ശമ്പളക്കാരനാ. പക്ഷെ നിങ്ങളുടെ ശമ്പളക്കാരനല്ല. നവീൻ സാർ എനിക്ക് ശമ്പളം തരുന്നുണ്ടെങ്കിലേ നവീൻ സാർ പറയുന്ന ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്. ദേ, നീ അധികം കളിക്കണ്ട മാണിക്കുഞ്ഞെ. ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തു പോയത് മറന്നിട്ടില്ലല്ലോ. അയ്യോ, മറന്നിട്ടില്ലേ? പക്ഷെ കേറിയതും ഞാൻ മറന്നിട്ടില്ല. അത് നിങ്ങളും മറക്കാതിരുന്നാ മതി. നിർമ്മലേ, കൃതി, നിങ്ങൾ എല്ലാരും കൂടിയാ ഈ അലങ്കാരങ്ങളൊക്കെ നടത്തുന്നത്? പിന്നെ ഞങ്ങൾക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ? ഓ, അതിനൊക്കെ വേണ്ടിട്ട് കുപ്പിന്ന് വന്നൊരു ഭൂതത്തെ നവീൻ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ച. പിന്നെ അമ്മാവും കൂടെ ജീവിക്കുന്നത് കൊണ്ട് ഭൂതത്തെയും പ്രയത്തൊക്കെ അമ്മായിക്ക് നന്നായിട്ട് തിരിച്ചറിയാം. എടാ മനക്കുഞ്ഞെ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അയ്യോ, ഒരു സഹായവും വേണ്ടേ? ഒരാത്തിന് വയ്യാതിരിക്കുമല്ലേ? അതിനൊന്നും കുഴപ്പമില്ലെന്നേ. ഈ ഒരു ചെറിയ പൊള്ളലുകൊണ്ട് ഉദയം തളരത്തൊന്നുമില്ല. താനും ഇങ്ങോട്ട് തന്നേ, ഞാൻ മാറിയിക്കേ. ഞാൻ ഇപ്പൊ ഇതെല്ലാം റെഡിയാക്കി തരാം. എന്താ ഉദയത്? അല്ലളിയ, നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോഴേ ഞാനും കൂടി ഒന്ന് സഹായിച്ചു കൊടുക്കാന്ന് മാണിക്കുഞ്ഞിനോട് പറയായിരുന്നു. നിങ്ങൾ മൂന്നുപേരും ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം. പക്ഷേ അതിനു മുമ്പുള്ള സഹായങ്ങളൊന്നും ദയവ് ചെയ്ത് വേണ്ട. അതെ, ഏട്ടനും അമ്മയൊക്കെ ഇങ്ങനെ ഞങ്ങളെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാ അവസാനം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കാണിക്കും. നിങ്ങൾ കാണിക്കുന്ന അബദ്ധങ്ങൾക്കൊക്കെ ഉത്തരം പറയണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാകും നിർമ്മലേ. മാത്രമല്ല, സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളെ പേടിയുണ്ട്. കഴിഞ്ഞ ദിവസം പൂജയിൽ കാണിച്ച പോലെ നവീന്റെ ബർത്ത്ഡേക്കും എന്തെങ്കിലും കുഴപ്പങ്ങൾ നിങ്ങൾ ആരെങ്കിലും കാണിക്കില്ല എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സാധാരണ എന്തെങ്കിലും നല്ല കാര്യങ്ങളുള്ളപ്പോ ചെയ്യാറുള്ളത് പോലെ കുഴപ്പമുണ്ടാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ 3 പേരും വിവരം അറിയും. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോ മാണിക്കുഞ്ഞെ. അതച്ഛൻ പറയണ്ട, നീ അത് ഞാൻ നോക്കിക്കോളാം. എന്താണ് നിക്കടി? ഇവരായി ഇവരുടെ ആഘോഷമായി. എന്താ ഉദയ, നീ പോന്നില്ലേ? സാധാരണ നിർമ്മല പോയാ നീയും പോവാറുള്ളതാണല്ലോ. അത് പിന്നെ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതിയാ. കാലം എത്ര കഴിഞ്ഞാലും ഒരു മാറ്റവും വരാത്ത കുറച്ച് ആളുകളുണ്ട്. കൂടപ്പിറപ്പായി പോയി, എന്ത് ചെയ്യാനാ?
ഗാതമ്മയുടെ എവിടെയെങ്കിലും പോവെന്ന് പറഞ്ഞിരുന്നോ? അറിയില്ല. ഞാൻ മുറിയിലേക്ക് ചെല്ലുമ്പോ റെഡിയാവുന്നത് കണ്ടു. ഓ, തനിച്ചിരിക്കണ്ടെന്ന് കരുതി ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകുന്നാവും. മമ്മി, മമ്മി, ഞാനും വരുന്നുണ്ട്. എന്താ മമ്മി, ഞാൻ കൂടെ വരുന്നത് ഇത്രയ്ക്കും ബുദ്ധിമുട്ടാണോ? ഞാൻ ഇന്നലെ തന്നെ മോളോട് പറഞ്ഞതല്ലേ ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂന്ന്. കൃഷ്ണ അവിടെയുണ്ട്. പിന്നെ നീ കൂടി ചെന്നിട്ട് ഇന്നലത്തെ സംഭവങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കണോ? ഓ എന്റെ മമ്മി, ഞാൻ കളരിക്കലേക്കൊന്നും വരുന്നില്ല. ഒരുമിച്ച് ഇവിടുന്ന് ഇറങ്ങുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏതെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് ഷോപ്പിൽ പോയി നവീന് വേണ്ടി ഒരു നല്ല ഗിഫ്റ്റ് സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഞങ്ങൾ തമ്മിൽ കണ്ട് പരിചയപ്പെട്ടതിന് ശേഷം നവീന്റെ ആദ്യത്തെ ബർത്ത്ഡേ. നവീൻ എനിക്കൊരു ഗിഫ്റ്റ് കൊടുത്തേ പറ്റൂ. മമ്മി അതിന് തടസ്സം പറയല്ലേ. ഇതായിരുന്നു കാര്യമെങ്കിൽ കുറച്ച് മുൻപ് എന്നോട് പറയാമായിരുന്നില്ലേ? ഗിഫ്റ്റ് മോള് തന്നെ സെലക്ട് ചെയ്തോ, ഒരു കുഴപ്പമില്ല. താങ്ക്സ് മമ്മി. എന്തായാലും ഗാഥ മാഡം വെറുതെ ഒന്ന് പേടിപ്പിച്ചു അല്ലേ മാം? അങ്ങനെ പേടിക്കുന്ന ആളൊന്നുമല്ല എന്റെ മമ്മി. അയൽ ലേഡി എന്നൊക്കെ ആളുകൾ തമാശയ്ക്ക് വിളിക്കുന്നതാണോ? മമ്മി, നമുക്കിറങ്ങാം. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പക്വതയോടെ പെരുമാറാൻ തുടങ്ങിയ എന്റെ മോളുടെ അത്രയും ക്യൂട്ടായിട്ട് ഈ ലോകത്ത് വേറെ ആരുമില്ല. ഗാഥ, കാലിന് വേദന ഉണ്ടോ? ഇല്ല. മുറിവ് നോക്കിയോ? അതൊക്കെ ശരിയായി. ഇന്നലെ സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ തന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. താൻ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. വയ്യാതെ കിടക്കുന്നോണ്ട് ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് ഉറങ്ങുന്ന കണ്ടപ്പോ തിരിച്ചുപോയി. പിന്നെ ആ വീണ് പൊട്ടിയ ഫോട്ടോയുടെ കാര്യം അമ്മ പറഞ്ഞു അത് വീണ്ടും ഫ്രെയിം ചെയ്യാം. ഈ വിവാഹ ഫോട്ടോ വീണ് പൊട്ടുന്നൊക്കെ ചില അന്ധവിശ്വാസങ്ങളാ. ആളുകള് പറഞ്ഞു പ്രചരിപ്പിച്ച കാര്യം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാ താൻ പേടിക്കൊന്നും വേണ്ട. അല്ലെങ്കിലും ഞാൻ തന്നെ താലി കെട്ടിയതും നമ്മൾ ഒന്നിച്ചതൊക്കെ ഒരു ചുമരിൽ തൂങ്ങാനുള്ളതല്ലടോ.